ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു. ജമ്മുകാശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെയും മറ്റ് ഭാഗമായി കശ്മീർ താഴ്വരയെ ആദ്യമായി ബന്ധിപ്പിക്കുന്ന പാലം എന്ന സവിശേഷതയും ചെനാബ് പാലത്തിനുണ്ട്. 359 മീറ്റർ ഉയരം, അതായത് ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം തലപ്പൊക്കമാണ് ചെനാബ് പാലത്തിന്. 1315 മീറ്റർ നീളവുമുണ്ട്. ഹിമാലയത്തിലെ കാലാവസ്ഥയെയും ഭൂകമ്പങ്ങളെയും നേരിടാൻ ഈ പാലത്തിന് കഴിയുമെന്നതാണ് പ്രധാന സവിശേഷത. തന്ത്രപ്രാധാന്യമുള്ള പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന സായുധ സേനകൾക്ക് ഈ റെയിൽവേ ലൈൻ ഗുണം ചെയ്യും. കൂടാതെ ടൂറിസത്തിന്റെ പ്രോത്സാഹനത്തിനും ഇത് സഹായകരമാകും. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലൈൻ പദ്ധതിയുടെ ഭാഗമായി 2002 ആരംഭിച്ച ചെനാബ് പാലത്തിന്റെ നിർമ്മാണം 2022 ഓഗസ്റ്റിൽ പൂർത്തിയായിരുന്നു. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ജമ്മുവിനും ശ്രീനഗറിനുമിടയിൽ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിക്കും. പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്രകൾ ചെനാബ് നദീതടത്തിന്റെയും ചുറ്റുമുള്ള ഹിമാലയൻ കൊടുമുടികളുടെയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കും. മണിക്കൂറിൽ 266 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ ചെറുക്കുകയും ഏറ്റവും ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ചെനാബ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന് 120 വർഷത്തെ ആയുസ്സാണ് പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, ചെനാബ് നദിയിൽ നിന്നും 350 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം ഈഫൽ ടവറിന്റെ ഉയരത്തെ മറികടക്കുകയും ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ നിർണായക ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലവും പ്രധാനമന്ത്രി അഞ്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ചെനാബ്, അഞ്ചി പാലങ്ങൾ ഒരുമിച്ച് കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. 3 പതിറ്റാണ്ടിലേറെയായി നടന്ന എഞ്ചിനീയറിംഗ് പരിശ്രമത്തിന് ഇത് പരിസമാപ്തി കുറിക്കുന്നു. ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി ജമ്മുകാശ്മീരിൽ നടത്തുന്ന ആദ്യ സന്ദർശനം കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് റെയിൽ പാലം വാസ്തുവിദ്യാ അത്ഭുതവും 1315 മീറ്റർ വിസ്തൃതിയുള്ളതും അത്യാധുനിക എഞ്ചിനീയറിംഗ് സാക്ഷ്യം വഹിക്കുന്നതുമാണ്. അസാധാരണമായ പ്രതിരോധശേഷിക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇതിന് തീവ്രമായ ഭൂകമ്പ പ്രവർത്തനങ്ങളെയും മണിക്കൂറിൽ 266 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെയും നേരിടാൻ കഴിയും. ഉയർന്ന അപകട സാധ്യതയുള്ള ഭൂകമ്പ മേഖലയിലാണ് ഇതിന്റെ സ്ഥാനം എന്നതിനാൽ നിർണായക സവിശേഷതകൾ ഇവയാണ്. ഇന്ത്യൻ റെയിൽവേക്കായി ആദ്യമായി സ്ഫോടന പ്രതിരോധ ശേഷിയുള്ള ഉരുക്കും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതതിന്റെ തന്ത്രപരമായ പ്രാധാന്യവും ശക്തമായ സുരക്ഷാ സവിശേഷതകളും അടിവരയിടുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റെടുത്ത ഏറ്റവും അഭിലഷണീയമായ റെയിൽവേ പദ്ധതികളിലൊന്നായി കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. 272 കിലോമീറ്റർ ദൈർഘ്യമുള്ളതും ഏകദേശം 43,780 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതുമായ ഈ ലിങ്കിൽ 119 കിലോമീറ്റർ ഉൾക്കൊള്ളുന്ന 36 തുരങ്കങ്ങളും 943 പാലങ്ങളും ഉൾപ്പെടുന്നു. കശ്മീർ താഴ്വരയ്ക്കും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കുമിടയിൽ എല്ലാ കാലാവസ്ഥയിലും തടസ്സമില്ലാത്ത റെയിൽ കണക്ടിവിറ്റി ഈ പദ്ധതി ഉറപ്പാക്കുന്നു. ഇത് പ്രാദേശിക ചലനാത്മകത വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക ഏകീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ ശ്രീ മാതാ വൈഷ്ണോദേവി കത്രയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ള 2 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി മോദി ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ ട്രെയിനുകൾ താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ വേഗതയേറിയതും സുഖകരവും വിശ്വസനീയവുമായ യാത്രാ ഓപ്ഷൻ നൽകും. ആദ്യ പാസഞ്ചർ ട്രെയിൻ ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് മാതാ വൈഷ്ണോദേവി ദേവാലയത്തിന്റെ താവളമായ തീർത്ഥാടന നഗരമായ കത്ര വഴി ശ്രീനഗറിലെത്തും. 1970കളിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും കാലത്താണ് കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി റെയിൽ മാർഗം ബന്ധിപ്പിക്കുക എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്.
എന്നിരുന്നാലും 1994 അവരുടെ പിൻഗാമിയായ PV നരസിംഹറാവുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്ക് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചത്. 2002 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂമി ഏറ്റെടുക്കലിനുള്ള ധനസഹായം അംഗീകരിച്ചതോടെ പദ്ധതിയുടെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്ന തരത്തിൽ കാര്യമായ പ്രവർത്തനങ്ങളും ആരംഭിച്ചു.